നമ്മൾ ദിവസവും നെറ്റിയിൽ തൊടാൻ ഉപയോഗിക്കുന്ന കുങ്കുമം അതിനെക്കുറിച്ച് നമുക്ക് കുറച്ച് വിശേഷങ്ങൾ അറിയാം. നമ്മുടെ മുത്തശ്ശിമാർ പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ ഇതൊക്കെ. പക്ഷേ ഇന്നാരും അതൊന്നും ശ്രദ്ധിക്കാറില്ല. നമ്മൾ ഈ കുങ്കുമം എന്ന് പറയുന്നത് ശരിക്കും ഒരു പവിത്രമായൊരു വസ്തുവാണ്. ആ രീതിയിൽ തന്നെ അതിനെ കാണുക. പിന്നെ അലക്ഷ്യമായിട്ട് അങ്ങനെ പേപ്പറിൽ പൊതിഞ്ഞോ അങ്ങനെയൊന്നും വെക്കാതിരിക്കുക. ഒരു കുങ്കുമ ചെപ്പ് വാങ്ങി അതിലിട്ട് അടച്ച് സൂക്ഷിക്കുക. അതൊരിക്കലും തട്ടിമറിഞ്ഞ് തൂവാനോ അങ്ങനെ പോവാനൊന്നും പാടില്ല. അത്രയ്ക്കും ശ്രദ്ധിച്ച് വേണം കുങ്കുമം നമ്മൾ സൂക്ഷിക്കേണ്ടത്. പിന്നെ കുങ്കുമം നമ്മൾ തൊടുമ്പോൾ സ്ത്രീകൾ വലത് കൈയിലെ മോതിരവിരലിനോട് ചേർത്തതെടുത്ത് ആ വിരൽ കൊണ്ട് വേണം നമ്മുടെ സീമന്തരേഖയിൽ നിന്ന് മുകളിലേക്ക് വേണം, നെറ്റിയുടെ താഴേക്കല്ല മുകളിലേക്ക് വേണം കുങ്കുമം തൊടാനായിട്ട്. പിന്നെ ദിവസവും കുളി കഴിഞ്ഞ് നമ്മൾ തൊടുമല്ലോ. പിന്നെ ഈ മംഗല്യവതികളായ സ്ത്രീകൾ ആരെങ്കിലും നമുക്ക് കുങ്കുമം തരുവാണെങ്കിൽ, നമ്മൾ ചിലപ്പോൾ ഒരു അമ്പലത്തിൽ പോകുമ്പം ഒക്കെ വാങ്ങിക്കുമ്പോൾ അങ്ങനെ കുങ്കുമം തരുവാണെങ്കിൽ നമ്മൾ വേണ്ടാന്നൊരിക്കലും പറയരുത്. പിന്നെ നമ്മൾ വീട്ടിൽ നമ്മൾ വേറെ മുതിർന്ന സ്ത്രീകൾ അമ്മയോ ചേച്ചി അനിയത്തിമാരൊക്കെ ഉണ്ടെങ്കിലും സെപ്പറേറ്റ് കുങ്കുമച്ചെപ്പ് എല്ലാവർക്കും വേണം. നമ്മൾ യൂസ് ചെയ്യുന്നതിൽ നിന്ന് അവരും എടുക്കരുത്, അവർ യൂസ് ചെയ്യുന്ന ആ ചെപ്പിൽ നിന്നും നമ്മളും അത് എടുത്ത് നെറ്റിയിൽ തൊടരുത്. അത് വലിയ ദോഷമാണ്. അതെല്ലാം നമ്മുടെ ഒരു ഭർത്താവിൻ്റെ ആരോഗ്യത്തെയൊക്കെയാണത് പറയുന്നത്, അതിനെക്കുറിച്ചാണത് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ആ കാര്യങ്ങൾ ഇനി ആവർത്തിക്കരുത്. നമ്മളെല്ലാം ഇപ്പോഴും ഒരു ഗസ്റ്റ് വരുമ്പോഴാണെങ്കിലും അവർക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ വേറൊരു കുങ്കുമം വയ്ക്കാം, അത് കൊടുക്കാം. നമ്മളുടേതിൽ നിന്ന് അത് തൊടാൻ അനുവദിക്കരുത്. ഇനി ഇക്കാര്യം നമ്മൾ സ്ത്രീകളെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് ചെയ്തോളൂ.